നമസ്കാരം പ്രിയ സഹോദര സഹോദരിമാരെ. ഇന്നത്തെ ദിവസേത്തെയുള്ള അനുഗ്രഹത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഫെബ്രുവരി 11, 2026, ഇന്ത്യൻ സമയം രാവിലെ 5:15. ദൈവം ഇന്ന് നിങ്ങളോട് പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോകുന്നു. നിങ്ങളുടെ ഹൃദയം തുറന്ന് ഇന്നത്തെ ദിവസേത്യമായ അനുഗ്രഹം സ്വീകരിക്കാൻ തയ്യാറാകൂ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഇന്നത്തെ പുതിയ ദിവസത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ നിമിഷം അങ്ങയുടെ സന്നിധിയിൽ വരുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഇരുട്ടിനെയും നീക്കി അങ്ങയുടെ വെളിച്ചം നിറയ്ക്കണമേ. ഇന്നങ്ങ് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ചെവി തുറക്കണമേ. ഞങ്ങളുടെ മനസ്സ് തെളിയിക്കണമേ. ഞങ്ങളുടെ ആത്മാവ് ഉണർത്തണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ സന്ദേശം. ഇന്ന് നിന്റെ കേൾക്കൽ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, നീ കേൾക്കുന്നുണ്ടോ? എത്ര പേർ തിരക്കിലും പ്രശ്നങ്ങളിലും മുഴുകി ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ സമയം കണ്ടെത്താതെ പോകുന്നു? എത്ര പേർ ആകാശത്തേക്ക് നോക്കി, ദൈവമേ, എവിടെയാണങ്ങ് എന്ന് ചോദിക്കുന്നു? എന്നാൽ യേശു പറയുന്നു, വെളിപാട് 3:20, ഇതാ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടുകൂടെ ഭക്ഷണം കഴിക്കും, അവനും എന്നോടുകൂടെ. ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ വാതിൽക്കൽ മുട്ടുന്നു. പക്ഷേ ചോദ്യമിതാണ്, നിങ്ങൾ തുറക്കുന്നുണ്ടോ? നിങ്ങളുടെ സാഹചര്യം എന്തായാലും ഒരുപക്ഷെ നിങ്ങളിന്ന് സാമ്പത്തിക പ്രശ്നങ്ങളിൽ മുഴുകിയിരിക്കാം, ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാകാം, കുടുംബത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം, ജോലിയിൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ടാകാം, ഏകാന്തതയും നിരാശയും അനുഭവിക്കുന്നുണ്ടാകാം. എന്നാൽ ദൈവം പറയുന്നു, ഞാനിവിടെയുണ്ട്, ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. യെശയ്യാവ് 41:10 പറയുന്നു, ഭയപ്പെടരുത്, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിക്കരുത്, ഞാൻ നിന്റെ ദൈവമല്ലോ. ഞാൻ നിന്നെ ബലപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഒരു സാക്ഷ്യം. എനിക്കൊരു സാക്ഷ്യം പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ട്. കേരളത്തിലെ ഒരു സഹോദരൻ അഗാധമായ സാമ്പത്തിക പ്രശ്നങ്ങളിലായിരുന്നു. കടം കൊടുത്തവർ വീട്ടിൽ വന്ന് ശല്യം ചെയ്തു. കുടുംബത്തിൽ സമാധാനമില്ലായിരുന്നു. ഭാര്യയും കുട്ടികളും നിരാശയിലായിരുന്നു. ഒരു രാത്രി അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ കഴിവില്ലാത്തവനാണ്, പക്ഷേ അങ്ങ് സർവശക്തനാണ്. എനിക്കൊരു മാർഗം കാണിച്ചു തരണമേ. അന്ന് രാത്രി തന്നെ അദ്ദേഹത്തിനൊരു സ്വപ്നം കണ്ടു. യേശു പറഞ്ഞു, നാളെ രാവിലെ നിന്റെ പഴയ സുഹൃത്തിനെ വിളിക്കൂ. അടുത്ത ദിവസം അദ്ദേഹം വിളിച്ചു. ആ സുഹൃത്ത് പറഞ്ഞു, കഴിഞ്ഞ രാത്രി എനിക്കും നിന്നെക്കുറിച്ച് ഓർമ്മ വന്നു. എനിക്കൊരു ജോലി അവസരമറിയാം. നാളെ ഇന്റർവ്യൂവിന് പോകൂ. 3 ആഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹത്തിന് നല്ല ശമ്പളത്തോടു കൂടിയ ജോലി ലഭിച്ചു. 6 മാസത്തിനുള്ളിൽ എല്ലാ കടങ്ങളും തീർത്തു. ഇതാണ് ദൈവം ചെയ്യുന്നത്. അവൻ കേൾക്കുന്നു, അവൻ പ്രതികരിക്കുന്നു, അവൻ രക്ഷിക്കുന്നു. സങ്കീർത്തനം 34:17-18. നീതിമാന്മാർ നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അവരുടെ എല്ലാ കഷ്ടതകളിൽ നിന്നും അവൻ അവരെ വിടുവിക്കുന്നു. മനം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാകുന്നു. അവൻ താഴ്ന്ന മനസ്സുള്ളവരെ രക്ഷിക്കുന്നു. ഇന്നത്തെ പ്രത്യേക സന്ദേശം, ദിവസേത്യമായ അനുഗ്രഹം. ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നു, നിന്റെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. നിന്റെ മുറിവുകൾ സുഖപ്പെടുത്താൻ ഞാനിവിടെയുണ്ട്. നിന്റെ കണ്ണീർ തുടയ്ക്കാൻ ഞാൻ വരുന്നു. എത്ര നാളായി നിങ്ങൾ കാത്തിരിക്കുന്നു? ഒരു ഉത്തരത്തിനായി, ഒരു അത്ഭുതത്തിനായി, ഒരു മാറ്റത്തിനായി, ഒരു വഴിക്കായി. 3 സത്യങ്ങൾ ഇന്നോർത്തുകൊള്ളൂ. 1. ദൈവത്തിന്റെ സമയം തികഞ്ഞതാണ്. സഭാപ്രസംഗി 3:1. എല്ലാറ്റിനും ഒരു കാലമുണ്ട്. ആകാശത്തിന് കീഴിൽ സകല കാര്യത്തിനും ഒരു സമയമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വൈകുന്നതായി തോന്നിയാലും ദൈവം പ്രവർത്തിക്കുകയാണ്. അവൻ ഒരിക്കലും വൈകുന്നില്ല, ഒരിക്കലും തെറ്റുകാരനല്ല. 2. ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടേതിനേക്കാൾ വലുതാണ്. യിരെമ്യാവ് 29:11. നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിരൂപിച്ചിരിക്കുന്ന വിചാരങ്ങൾ ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നിങ്ങൾക്ക് പ്രത്യാശയും ഭാവിയും ഉണ്ടാകുവാൻ തക്കവണ്ണം സമാധാനത്തിനുള്ള വിചാരങ്ങൾ തന്നെയെന്ന് കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങളൊരു വാതിൽ അടയുന്നത് കാണുമ്പോൾ ദൈവം 10 ജനലുകൾ തുറക്കുകയാണ്. 3. ദൈവത്തിന്റെ സ്നേഹം നിത്യമാണ്. റോമർ 8:38-39. മരണമോ ജീവനോ, ദൂതന്മാരോ വാഴ്ചകളോ, വർത്തമാനകാലമോ ഭാവികാലമോ, ശക്തികളോ ഉയരമോ ആഴമോ, മറ്റേതെങ്കിലും സൃഷ്ടിയോ നമ്മെ നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്തുവാൻ കഴിയുകയില്ല. പ്രഖ്യാപന പ്രാർത്ഥന. ഇപ്പോൾ
എന്നോടൊപ്പം ഈ വാക്കുകൾ പ്രഖ്യാപിക്കൂ. ഇന്നു മുതൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ പ്രവഹിക്കുന്നു. എന്റെ കുടുംബത്തിൽ സമാധാനം വസിക്കുന്നു. എന്റെ ആരോഗ്യം പുതുക്കപ്പെടുന്നു. എന്റെ സാമ്പത്തികം അനുഗ്രഹിക്കപ്പെടുന്നു. എന്റെ ശത്രുക്കൾ പാദപീഠമാകുന്നു. എന്റെ പ്രാർത്ഥനകൾ സ്വർഗ്ഗത്തിലെത്തുന്നു. എന്റെ കണ്ണീർ സന്തോഷമായി മാറുന്നു. എന്റെ പ്രശ്നങ്ങൾ അത്ഭുതങ്ങളായി മാറുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. പ്രത്യേക അനുഗ്രഹവാക്യം ഇന്നത്തേക്ക്. സങ്കീർത്തനം 91:1-2. അത്യുന്നതന്റെ മറവിൽ പാർക്കുന്നവൻ സർവശക്തന്റെ നിഴലിൽ വസിക്കും. ഞാൻ യഹോവയോട്, നീ എന്റെ സങ്കേതവും എന്റെ കോട്ടയും എന്റെ ദൈവവും ഞാൻ ആശ്രയിക്കുന്നവനുമാകുന്നു എന്നു പറയും. ഈ വാക്ക് ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കൂ. ഇത് നിങ്ങളുടെ പരിചയാവുന്നു. ഇന്നു ചെയ്യേണ്ട 3 കാര്യങ്ങൾ. 1. സ്തുതിയോടെ ഉണരുക. നിങ്ങളുടെ ദിവസം സ്തുതിയോടെ ആരംഭിക്കൂ. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനു മുമ്പ് ദൈവത്തെ സ്തുതിക്കൂ. ദൈവമേ, ഇന്നത്തെ ദിവസത്തിന് നന്ദി. എന്റെ ശ്വാസത്തിന് നന്ദി. എന്റെ ജീവിതത്തിന് നന്ദി. 2. വചനം ധ്യാനിക്കുക. ദിവസത്തിൽ കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും ബൈബിൾ വായിക്കൂ. അത് നിങ്ങളുടെ ആത്മീയ ഭക്ഷണമാണ്. 3. വിശ്വാസത്തിൽ പ്രവർത്തിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതായാലും വിശ്വാസത്തോടെ മുന്നോട്ടു പോകൂ. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഫിലിപ്പ്യർ 4:6-7. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. സകലത്തിലും പ്രാർത്ഥനയാലും യാചനയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുവിൻ. എന്നാൽ സകലവിധ ബുദ്ധിയെയും കവയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ വിചാരങ്ങളെയും ക്രിസ്തു യേശുവിൽ കാത്തുകൊള്ളും. അവസാന പ്രാർത്ഥന. പരിശുദ്ധ പിതാവേ, ഇന്നത്തെ ഈ സന്ദേശം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ വീടുകളിൽ സമാധാനം നിറയട്ടെ. അവരുടെ ജീവിതത്തിൽ സന്തോഷം വരട്ടെ. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കട്ടെ. അവരുടെ രോഗങ്ങൾക്ക് സൗഖ്യം വരട്ടെ. അങ്ങയുടെ കൃപ അവരുടെ മേൽ പകരട്ടെ. അങ്ങയുടെ കാരുണ്യം അവരെ വലയം ചെയ്യട്ടെ. അങ്ങയുടെ സ്നേഹം അവരെ നിറയ്ക്കട്ടെ. ഇന്നുമുതൽ അവരുടെ ജീവിതത്തിൽ പുതിയ അധ്യായം തുറക്കട്ടെ. പഴയതെല്ലാം കഴിഞ്ഞുപോകട്ടെ. പുതിയത് വരട്ടെ. യേശുക്രിസ്തുവിന്റെ ശക്തമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. അവസാന സന്ദേശം. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കൂ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ നിങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുന്നു. അവൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുമുതൽ മഹത്തായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. എണ്ണിക്കാവ് 6:24-26. കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് നിന്നെ കാക്കുമാറാകട്ടെ. കർത്താവ് തന്റെ മുഖം നിന്നെമേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപ ചെയ്യുമാറാകട്ടെ. കർത്താവ് തന്റെ മുഖം നിങ്കലേക്ക് തിരിച്ച് നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. നാളെ വീണ്ടും കാണാം. അതുവരെ ദൈവത്തോടൊപ്പം നടക്കൂ. വിശ്വാസത്തിൽ ജീവിക്കൂ. സ്നേഹത്തിൽ വളരൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.